أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നമുക്ക് ഓരോരുത്തർക്കും നിർണിതമായ ഒരു കാലപരിധി, ഒരു സമയക്രമം നിർണയിച്ചിട്ടുണ്ട്. ആ സമയം പൂർത്തിയാക്കിയാൽ നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്നവരാണ്. അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ഒരു ഇടത്താവളമാണ് ദുനിയാവ് എന്ന് വിശേഷിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ ഇടത്താവളത്തെ യഥാവിധി ഉപയോഗപ്പെടുത്തുന്നവർ നാളെ റബ്ബിന്റെ കോടതിയിൽ മരണാനന്തര ജീവിതത്തിൽ, ശാശ്വതമായ പാരത്രിക ജീവിതത്തിൽ വിജയികളാണ് എന്നും പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാത്തവരൊക്കെയും നഷ്ടം സംഭവിച്ചവരാണ്, അത് ഇഹലോകത്താണെങ്കിലും പരലോകത്താണെങ്കിലും എന്നും ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു. ആ വിജയികളെ കൂട്ടത്തിൽ ദുനിയാവിനെ ഉപയോഗപ്പെടുത്തുകയും ആഖിറത്തിനെ കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്യുന്ന യഥാർത്ഥ തഖ്വാബോധമുള്ള മുഅ്മിനുകളുടെ കൂട്ടത്തിൽ, വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമേ എന്നെയും പിന്നീട് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള അവന്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഹജ്ജിലെ ആദ്യത്തെ 2 ആയത്തുകളാണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. അന്ത്യദിനവുമായി ബന്ധപ്പെട്ട പരിശുദ്ധ ഖുർആനിന്റെ അവസാന സൂറകളൊക്കെ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുക മരണവും മരണാനന്തര ജീവിതവുമാണ്. ആ സൂറകളിലൊക്കെ പലപ്പോഴും പരിശുദ്ധ ഖുർആൻ വേറെ എവിടെയും ഉപയോഗിച്ചിട്ടില്ലാത്ത പദാവലികൾ നമുക്ക് കാണാൻ കഴിയും. അത്രമേൽ ഗൗരവത്തോടുകൂടി, അത്രമേൽ ശക്തിയോടുകൂടി പരിശുദ്ധ ഖുർആനിന്റെ അവസാന സൂറകൾ മനുഷ്യനെ പഠിപ്പിക്കുന്നു. അത്തരത്തിലുള്ള ഒരു പരാമർശം, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിന്റെ, നിങ്ങളുടെ റബ്ബിന്റെ പിടുത്തത്തെ, ശിക്ഷയെ നിങ്ങൾ പേടിച്ചുകൊള്ളുക. ഇന്ന സൽസലത്ത സാഅത്തി ശൈഉൻ അദീം, എന്തുകൊണ്ടെന്നാൽ ആ അന്ത്യദിനത്തിന്റെ പ്രകമ്പനം അതികഠിനമാണ്, ഭയാനകമാണ്. ആ ഭയാനകത നിങ്ങളിൽ ആർക്കും താങ്ങാൻ കഴിയില്ല. മനുഷ്യനായി ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും താങ്ങാൻ കഴിയാത്തവണ്ണം പ്രയാസമേറിയതാണ് അന്ത്യദിനത്തിന്റെ അവസ്ഥകളെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. എന്നിട്ട് അതിന് 1-2 ഉദാഹരണങ്ങൾ പറയുന്നു. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ, എല്ലാ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന മാതാക്കളും തങ്ങളുടെ കുട്ടികളെ കുറിച്ച് അശ്രദ്ധമാകുന്ന, മറക്കുന്ന ദിവസം. വതദഉ കുല്ലു ദാത്തി ഹംലിൻ ഹംലഹാ, ഗർഭിണികളായ സ്ത്രീകളൊക്കെ അവരുടെ ഗർഭം പ്രസവിച്ചു പോവുകയോ അലസിപ്പോവുകയോ ചെയ്യുന്ന ഒരു ദിവസം. വതറന്നാസ സുകാറ, ജനങ്ങളെ മുഴുവൻ ലഹരി ബാധിച്ചവരായി താങ്കൾക്ക് കാണാം. ആളുകൾ മുഴുവൻ ഒരു പരിധിക്കപ്പുറത്ത് പ്രയാസവും പേടിയുമൊക്കെ താങ്ങിയാൽ മനുഷ്യന് പിന്നെ നോർമലായ ഒരവസ്ഥയിൽ ഉണ്ടാകില്ല. വതറന്നാസ സുകാറ, അവരെ ലഹരി ബാധിച്ചവരെ പോലെ താങ്കൾക്ക് കാണും. വമാഹും ബി സുകാറ, അവരാരും ലഹരി ബാധിച്ചവരല്ല. ഇന്ന് ലഹരിയെക്കുറിച്ചൊന്നുമല്ല അവരുടെ ചിന്ത. വലാകിന്ന അദാബല്ലാഹി ശദീദ്, എന്താ വിഷയം? അള്ളാഹുവിന്റെ ശിക്ഷ, ഇന്ന് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശിക്ഷ അതികഠിനമാണ്. അത് താങ്ങാൻ കഴിയാതെ അവരുടെ ബുദ്ധിക്കും അവരുടെ ശരീരത്തിനും അത് ഏറ്റെടുക്കാൻ കഴിയാത്ത വണ്ണം
അവര് ലഹരി ബാധിച്ചവരെ പോലെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഗർഭിണികൾ, പ്രസവം തികഞ്ഞവരാകട്ടെ, മാസം തികഞ്ഞവരാകട്ടെ, അല്ലാത്തവരാകട്ടെ, പ്രസവിച്ചു പോകുന്നു. ഒരു മാതാവ് തന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു നിമിഷമാണ് തന്റെ കുഞ്ഞിന് പാല് കൊടുക്കുന്ന സമയം. ദുനിയാവിൽ വേറെ എന്ത് സംഭവിച്ചാലും ശരി, മരണത്തിന്റെ സമയത്ത് പോലും ഒരുപക്ഷെ ആ മാതാവ് ആ പ്രക്രിയയിൽ നിന്ന് വേറിട്ട് പോരൂല. തന്റെ കുഞ്ഞിനെ രക്ഷിക്കുക, കുഞ്ഞിനെ സംരക്ഷിക്കുക എന്നത് ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അള്ളാഹു, അതിലെ ഇണകൾക്കായത് സ്ത്രീ സമൂഹത്തിന് അള്ളാഹു നൽകിയ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടായിരിക്കണം ആ രണ്ട് ഉദാഹരണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുമ്പിൽ വെച്ചത്. ഗർഭിണികളൊക്കെ പ്രസവിച്ചു പോവുകയും മാതാവ് മുല കൊടുക്കുന്ന മാതാവ്, പാല് കൊടുക്കുന്ന മാതാവ് അത് മറന്ന് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് ഓടുന്ന ആ ഒരു ദിവസത്തെക്കുറിച്ച് നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊള്ളണം. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, നിങ്ങളെ രക്ഷിതാവിനെ നിങ്ങൾ ഓർത്തുകൊള്ളണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. മഹ്ശറ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ ഒരു പരാമർശ വിഷയമാണ്. മരണാനന്തര ജീവിതത്തിൽ മനുഷ്യന് മുഴുവൻ ഒരുമിച്ച് കൂടുകയും ആ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് ആണും പെണ്ണും മുഴുവൻ സ്ത്രീ പുരുഷന്മാരും വിശ്വാസിയും അവിശ്വാസിയും പാപിയും സൽക്കർമ്മിയും ലോകത്ത് ജനിച്ച മുഴുവൻ മനുഷ്യന്മാരും ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമാണ് മഹ്ശറ. അവിടെ ആ മഹ്ശറയിൽ ഒരുമിച്ച് കൂടുന്ന മനുഷ്യര് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. വയൗമ നുസയ്യിറുൽ ജിബാൽ വതറൽ അർള ബാരിസതൻ വഹശർനാഹും ഫലം നുആദിർ മിൻഹും അഹദാ. പർവ്വതങ്ങളൊക്കെ ഇളക്കിവിടുകയും ഭൂമി എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യുന്ന സന്ദർഭം. വഹശർനാഹും ഫലം നുആദിർ മിൻഹും അഹദാ. ഒരാൾ പോലും അതിൽ നിന്ന് ഒഴിവാക്കപ്പെടാത്ത രീതിയിൽ അവരെ നാം ഒരുമിച്ച് കൂട്ടും. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിച്ച ആദ്യത്തെ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാം മുതൽ ഭൂമി തകർത്ത് തരിപ്പടമാക്കി ജീവന്റെ അവസാനത്തെ നാമ്പും ഇല്ലാതാക്കി കളയുന്ന അവസാനത്തെ മനുഷ്യൻ വരെ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമാണ് മഹ്ശറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു, ഖാല യുഹ്ശറുൻ നാസു യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടും. ഹുഫാത്തൻ ഉറാത്തൻ ഉർലൻ, അവർ നഗ്നരായി നഗ്നപാതരായി അഗ്രചർമ്മികളായി അവർ ഒരുമിച്ച് കൂട്ടപ്പെടും. ഖുൽതു യാ റസൂലല്ലാഹ്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ റസൂലിനോട് ചോദിച്ചു, റസൂലേ, അന്നിസാഉ വൽരിജാലു ജമീഅൻ യൻദുറു ബഅ്ദുഹും ഇലാ ബഅദ്, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ നഗ്നരായി ഇങ്ങനെ ഒരുമിച്ച് കൂടിയാൽ അവർ പരസ്പരം നോക്കൂലേ? ആണ് പെണ്ണിനെയും പെണ്ണ് ആണിനെയും കാണൂലേ? അവരുടെ നഗ്നത കാണുമല്ലോ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ആയിഷ അൽ അംറു അശദ്ദു മിൻ അൻ യൻദുറ ബഅ്ദുഹും ഇലാ ബഅദ്. ആയിഷ, അവിടെ കാര്യം അതിനേക്കാളൊക്കെ ഗൗരവമാണ്. ഒരാൾ മറ്റൊരാളെ നോക്കുന്നതിനേക്കാൾ വലിയ ഗൗരവമുള്ള വിഷയങ്ങൾ അവിടെ നടക്കുന്നത്. ഒരാൾക്കും കാണണ്ട, ഒരാൾക്കും ഒരാളുടെയും നഗ്നത ദർശിക്കണ്ട, ഒളിഞ്ഞു നോട്ടമില്ല, തട്ടുനോട്ടമില്ല. അതിനേക്കാളൊക്കെ യാ ആയിഷ അൽ അംറു അശദ്ദു മിൻ അൻ യൻദുറ ബഅ്ദുഹും ഇലാ ബഅദ്, ഒരാൾ മറ്റൊരാളെ നോക്കുന്നതിനേക്കാളൊക്കെ അങ്ങേയറ്റം ഗൗരവമുള്ള വിഷയമാണ് ആയിഷ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും അവരുടെ വിയർപ്പിൽ മുങ്ങിക്കുളിക്കും. അവരുടെ പാപത്തിന്റെ തോതനുസരിച്ച് സൂര്യൻ തലക്ക് മുകളിൽ കത്തി നിൽക്കുകയും ഓരോരുത്തരുടെയും പാപത്തിന്റെ കണക്കനുസരിച്ച് പാദം മുതൽ പാദം വരെയുള്ളവർ, മുട്ടുവരെയുള്ളവർ, അരവരെ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്നവർ, വിയർപ്പിലങ്ങ് മുങ്ങിത്താണ് കൊണ്ടിരിക്കുന്നവർ ചെയ്തു പോയ പാപത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് മഹ്ശറയിൽ നിൽക്കേണ്ടി വരുന്നത് എത്രയോ കോടി വർഷങ്ങളാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും നമ്മളെ പഠിപ്പിക്കുന്നത്. അതിന് തയ്യാറെടുക്കാൻ വേണ്ടിയാണ് മനുഷ്യ സമൂഹത്തെ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഭാഗത്തിൽ, ഈ സന്ദർഭത്തിൽ 7 ആളുകൾക്ക് അള്ളാഹുവിന്റെ അർശിന്റെ തണൽ നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ ഒരു വിഷയം പരാമർശിക്കാനാണ് ഞാനിത് പറയുന്നത്. സബ്അത്തിൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു. അള്ളാഹിന്റെ നിഴലല്ലാത്ത, അർശിന്റെ തണലല്ലാത്ത, ഒരു തണലുമില്ലാത്ത ഒരു ദിവസം 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന ആ സന്ദർഭത്തിൽ തണല് നൽകും. ഈ പറയുന്ന 7 ഒരു വിഭാഗത്തിൽ നമ്മൾ പെട്ടേ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാം. ഈ 7 വിഭാഗത്തെ പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഞാൻ എവിടെയാണുള്ളത്, എന്റെ സ്ഥാനം ഈ 7 എവിടെയാണ്? ഈ 7 കോളത്തിന്റെയും പുറത്താണ് എന്റെ സ്ഥാനമെങ്കിൽ നേരത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, യാ ആയിഷ അൽ അംറു അശദ്ദു മിൻ അൻ യൻദുറ ബഅ്ദുഹും ഇലാ ബഅദ്,
പരസ്പരമൊക്കെ നോക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്തുള്ള വല്ലാത്ത ഗൗരവതരമായ കാര്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിലൊന്ന് ഓരോ വിഭാഗത്തെ ചുരുക്കി മാത്രം പറയാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അൽ ഇമാമുൽ ആദിൽ ഒന്നാമത്തത് നീതിമാനായ ഭരണാധികാരിയാണ്. രണ്ടാമത്തത് വശാബുൻ നശഅ ഫീ ഇബാദത്തില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുവത്വം ചെലവഴിച്ച യുവാക്കള്. വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, അള്ളാഹുവിന്റെ പള്ളിയുമായി ഹൃദയത്തെ ചേർത്ത് നിർത്തിയ മനുഷ്യന്മാര്. അതുപോലെ തന്നെ വറജുലാനി തഹാബാ ഫില്ലാഹ്, രണ്ടാളുകൾ അവർ പരസ്പരം ഒരുമിച്ചുകൂടി അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചു. ഇജ്തമാ അലൈഹി, അള്ളാഹുവിന് വേണ്ടി ഒരുമിച്ചുകൂടി. വതഫറഖ അലൈഹി, വേർപിരിയുന്നതും അള്ളാഹുവിന്റെ മാർഗത്തിൽ. വറജുലുൻ ദഅതു ഇംറഅത്തുൻ ദാത്തി മൻസിബിൻ ജമാൽ, അടുത്തത് ഒരു നല്ല തറവാടും സൗന്ദര്യമൊക്കെ ഉള്ള ഒരു പെണ്ണ് അവിഹിതമായ ബന്ധത്തിന് വേണ്ടി, അസാൻമാർഗികതയ്ക്ക് വേണ്ടി അവനെ ക്ഷണിച്ചു. വഖാല ഇന്നി അഖാഫുല്ലാഹ്, ആ പെണ്ണിനോട് പറയാൻ കഴിയുന്ന മനുഷ്യൻ, ഞാൻ അള്ളാനെ പേടിക്കുന്നു പെണ്ണെ, മാറി നിൽക്ക്. ഇന്നി അഖാഫുല്ലാഹ്. വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ, മറ്റൊരു വിഭാഗം ആളുകൾ, ഒരു മനുഷ്യൻ അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്തു. ഫഅഖ്ഫാഹാ, ആ ദാനധർമ്മം നാട് മുഴുവൻ വിളിച്ചു പറഞ്ഞില്ല, വളരെ ഗോപ്യമാക്കി രഹസ്യമാക്കി വെച്ചു. അതാലാ തഅലമു ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, എത്രത്തോളം എന്ന് വെച്ചാൽ അവന്റെ വലത് കൈ ചെലവഴിക്കുന്നത് ഇടത് കൈ അറിയാത്തിടത്തോളം കാലം. ഞാൻ എന്നെ അറിയുന്നില്ല, എന്റെ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്തിടത്തോളം എന്ന് പറഞ്ഞാൽ അത്രയും ഗോപ്യമായ രീതിയിൽ. അവസാനം പറഞ്ഞു വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിനെ മാത്രം ഓർക്കുന്ന ഒരു മനുഷ്യൻ. ഫഫാലത്ത് ഐനാ, അങ്ങനെ റബ്ബിനെ ഓർത്തിട്ട് കണ്ണുനീരൊഴുക്കുന്ന, കരഞ്ഞു പോകുന്ന മനുഷ്യൻ. ഈ 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹുവിന്റെ അർശിന്റെ തണലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ 7 വിഭാഗത്തിൽ നമ്മൾ ഉണ്ടാകണം എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്. ചുരുക്കി പറയാം ആളുകളെ, ഒന്ന് നീതിമാനായ ഭരണാധികാരിയാണ് ഇമാമുൻ ആദിൽ. ഇന്നത്തെ കാലത്ത് ഏറെ പ്രസക്തമായ, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പൊ കടന്നു പോകുന്ന സന്ദർഭത്തിന് ഏറെ പ്രസക്തമായ ഒരു സംഗതി, നീതിമാനായ ഭരണാധികാരി. ഒരു സമൂഹത്തിന്റെ നേതാവായി, നായകനായി തെരഞ്ഞെടുക്കപ്പെടേണ്ടതും നീതിപൂർവമുള്ള ആളുകളെയാണ്. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. അപ്പൊ നീതിമാനായ ഭരണാധികാരി, കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുക്കരുത്, അനീതിപൂർവം കാര്യങ്ങളെ തീരുമാനിക്കുന്നവർക്ക് അധികാരത്തെ വിട്ടുകൊടുക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനും നമ്മളെ പഠിപ്പിച്ചതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്, നിങ്ങളുടെ ഐഡന്റിറ്റി എന്താണെന്ന് വെച്ചാൽ നീതിക്ക് വേണ്ടി നിലകൊള്ളണം. നീതി ആരുടെ ഭാഗത്താണോ, മതം നോക്കാതെ, മുഖം നോക്കാതെ, വർഗം നോക്കാതെ, വർണ്ണം നോക്കാതെ, നീതിക്ക് വേണ്ടി, നല്ല സത്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളായിരിക്കണം. അങ്ങനെ ചെയ്യുന്ന ആളുകൾ. അധികാരം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു അലങ്കാരമല്ല, ഒരു ഉത്തരവാദിത്വമാണ്. പക്ഷെ അവിടുന്നൊക്കെ കുറെ മനുഷ്യന്മാര് മാറി. ഇന്ന് അധികാരം എന്നൊക്കെ പറഞ്ഞാൽ തനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സ്ഥാനവും മാനവുമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതും, അതിനുവേണ്ടി ശണ്ട കൂടിക്കൊണ്ടിരിക്കുന്നതും, അതിനുവേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തതും ഉള്ളതുമൊക്കെ പറഞ്ഞ് എല്ലാ തിന്മകളും ഒരു ഇലക്ഷൻ കഴിയുന്നതോടുകൂടി സ്വന്തം ഭാണ്ഡത്തിൽ നിറച്ചു വെക്കുമാറ് അതിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തനിക്കല്ലാഹു നൽകുന്ന ഉത്തരവാദിത്വമാണ് എന്ന് വിശ്വാസ സമൂഹത്തിലെ ആളുകൾ പോലും മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നാളെ അർശിന്റെ തണലിൽ ആദ്യത്തെ വിഭാഗത്തെ പറഞ്ഞത് അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരിയാണ്. രണ്ടാമത് പറഞ്ഞത് വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ, അള്ളാന്റെ മാർഗത്തിൽ യുവത്വം ചെലവഴിക്കുന്ന ആ യുവാക്കൾ. പരിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം എടുത്തു പറഞ്ഞ ഒരു വിഭാഗമാണ് യുവാക്കൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുന്ന ഒരു സൂറത്ത് തന്നെ ആ യുവാക്കളുടെ രീതിയെ കുറിച്ച് പഠിപ്പിക്കാൻ അതിന്റെ പേര് കൊടുത്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത്. നഹ്നു നഖസ്സു അലൈക നബഅഹും ബില്ലഹ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ഞാൻ നിങ്ങൾക്ക് ഒരു യാഥാർത്ഥ്യപൂർവ്വമുള്ള ഒരു സംഭവം പറഞ്ഞു തരാം, ഒരു ചരിത്രം പറഞ്ഞു തരാം. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം, ആ അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിശ്വാസമർപ്പിച്ച യുവാക്കളായിരുന്നു. വസിദ്നാഹും ഹുദാ, നാം അവർക്ക് അവരുടെ മാർഗദർശനം ഏറ്റി കൊടുത്തു. അവർ യുവാക്കളായിരുന്നു. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സന്ദർഭം എന്ന് പറയുന്നത് തന്റെ യുവത്വമാണ്. ഒരു മനുഷ്യന് 2 അറ്റങ്ങളാണല്ലോ. ഒരു മനുഷ്യന്റെ ഘട്ടം എന്ന് പറയുന്ന 2 ലൗഫുകൾ, 2 ബലഹീനതകൾക്കിടയിൽ വരുന്ന ഒരു ഘട്ടമാണ് ഈ ഷാബ് എന്ന് പറയുന്നത്. അല്ലാഹുല്ലദീ ഖലഖക്കും മിൻ ലൗഫിൻ
സുമ്മ ജഅല മിൻ ബഅദി ളൗഫൻ ഖുവ്വതൻ. അല്ലാഹു നിങ്ങളെ അങ്ങേയറ്റം ദുർബലമായ അവസ്ഥയിൽ പടച്ചു. മനുഷ്യൻ എന്ന് പറയുന്നത് പല സന്ദർഭത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവനൊന്ന് ഒരു ശക്തമായ ഒരു അവസ്ഥയിലേക്ക് വരണമെങ്കിൽ തന്നെ 10-15 വയസ്സാവും. അതുവരെ ലൗഫാണ്, ബലഹീനതയാണ്, ദൗർബല്യമാണ്, ഒന്നിനും കഴിയില്ല. അവനെ താങ്ങണം, അവനെ തണലേക്ക്, അവനെ പോറ്റി വളർത്തി ഉണ്ടാക്കണം നമ്മുടെ മക്കള്, നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ. പക്ഷെ അതിനുശേഷം അല്ലാഹുല്ലദീ ഖലഖക്കും മിൻ ലൗഫിൻ സുമ്മ ജഅല മിൻ ബഅദി ളൗഫിൻ ഖുവ്വതൻ, പിന്നീട് അവന് ഖുവ്വത്ത് നൽകി, ലൗഫിന് ദുർബലതയ്ക്ക് ശേഷം സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ലഅഫൻ വശൈബ, വീണ്ടും അതേ ദൗർബല്യത്തിലേക്ക് പോകും, അവൻ വാർദ്ധക്യത്തിലേക്ക് പോകും. അതിനിടയിലുള്ള ഈ രണ്ട് ദൗർബല്യങ്ങൾക്കിടയിലുള്ള ഒരു ഘട്ടം, അത് അള്ളാഹ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഭാഗമാണ്. നാളെ പരലോകത്ത് ചോദിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച 5 കാര്യങ്ങളിൽ ഒന്ന് അൻ ഉംരിഹി ഫീമാ അഫ്നാ, ഏത് മാർഗത്തിലാണ് തന്റെ ആയുസ് ചെലവഴിച്ചത്. അപ്പൊ യുവത്വം, സാധാരണ നമ്മൾ പറയാറുണ്ട്, ഞാനിപ്പോ ചെറുപ്പമാണല്ലോ, ഇനി കുറച്ചാണ്ട് കഴിയട്ടെ പള്ളിയിലേക്കൊക്കെ ഒന്ന് അടുക്കാൻ, ദീനീ കാര്യങ്ങളിലൊക്കെ ഒന്ന് താല്പര്യം കാണിക്കാൻ. ഇപ്പൊ ആയിട്ടില്ല. നമ്മളൊക്കെ സാങ്കേതിക ഒരു നാടൻ പ്രയോഗമുണ്ട്, വയസ്സായി ഇനിയിപ്പോ പള്ളിയായിട്ട് എടുക്കുന്ന നല്ലത്, ഇനി ദീനീ കാര്യങ്ങളിലൊക്കെ ഒന്ന് താല്പര്യം കാണിക്കുന്ന നല്ലത്. അതല്ല അള്ളാഹുവിന്റെ താല്പര്യം. ഇബാദത്തില്ല, അള്ളാഹിന്റെ മാർഗത്തിൽ നിങ്ങളെ യുവത്വം കൊടുക്കാൻ തയ്യാറുണ്ടോ? ചോരത്തെളുപ്പുള്ള പ്രായം അള്ളാഹ്ക്ക് കൊടുക്കാൻ തന്നെ അത്ര എളുപ്പമല്ല. എല്ലാത്തിനെയും പൊട്ടിത്തെറിപ്പോടെ കാണുന്ന, എല്ലാത്തിനെയും വല്ലാത്ത ആവേശത്തോടെ ഏറ്റെടുക്കുന്ന ഒരു പ്രായമാണ്. അങ്ങോട്ടും തിരിയാം ഇങ്ങോട്ടും തിരിയാം, എന്തിനും കഴിവുണ്ട്, കരുത്തുണ്ട്, അഹങ്കാരമുണ്ട്, എല്ലാം ഉള്ള ഒരു പ്രായമാണ് യുവത്വം എന്ന് പറയുന്ന ആ പ്രായം. നിങ്ങൾ നോക്ക്, സഹാബത്തിന്റെ ചരിത്രമെടുത്താൽ, ഇസ്ലാമിക ചരിത്രം ഏറ്റവും കൂടുതൽ പറഞ്ഞ് മനുഷ്യനെ മനസ്സുകളിലേക്ക് സമർപ്പിക്കുന്ന ചിത്രങ്ങളൊക്കെ സമർപ്പിക്കുന്നത് മിസ്അബ് ഇബ്നു ഉമൈറിനെ പോലെയുള്ള യുവത്വങ്ങളുടെ ചരിത്രമാണ്. അവർ രചിച്ചതാണ് പലപ്പോഴും ഇസ്ലാമിന്റെ ചരിത്രം. അവരുടെ ഷാബ്, അവരുടെ ഷബാബത്ത് നൽകിക്കൊണ്ട്, അവരുടെ യുവത്വം നൽകിക്കൊണ്ട് അവർ രചിച്ച ചരിത്രമാണ്. അതുകൊണ്ട് ആ പ്രായം അള്ളാഹുവിനെ നൽകി അതിനിടയിൽ അള്ളാഹുവിലേക്ക് പോകുന്ന ആളുകൾ ഇനി വേണ്ട, യുവത്വമൊക്കെ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് യുവാവായിട്ട് തന്നെ മരിച്ചോണമെന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. അവന്റെ യുവത്വം പക്ഷെ ഇസ്ലാമിന്റെ മാർഗത്തിലായിരുന്നു, സ്വാഭാവികമായും അവന്റെ വാർദ്ധക്യവും ആ മാർഗത്തിൽ തന്നെ വരും. അതുകൊണ്ട് ഇബാദത്തില്ല. മൂന്നാമത്തെ വിഭാഗം വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, പള്ളികളുമായിട്ട് അള്ളാഹുവിന്റെ ഹൃദയബന്ധം, അള്ളാഹിന്റെ പള്ളികളുമായി ഹൃദയബന്ധം നിലനിർത്തുന്ന ആളുകൾ. പള്ളിയുമായി ഒരു ഹൃദയബന്ധം സത്യവിശ്വാസിക്ക് ഉണ്ടാവുക എന്നുള്ളത് അവന്റെ ജീവിതത്തിലെ വലിയ ഒരു സൗഭാഗ്യമാണ്. സാധാരണ രീതിയിൽ ഉണ്ടായാലും നമസ്കരിക്കാൻ കേറിയാൽ പോലും പള്ളിയിൽ നിന്ന് എത്ര പെട്ടെന്ന് പുറത്തേക്ക് ചാടാൻ പറ്റുമെന്നാണ് നമ്മൾ ചിന്തിക്കുക. ഇനി പ്രാർത്ഥന ഒക്കെ പോകുമ്പോൾ വഴിയിൽ നിന്നായാലും വേണ്ടില്ല, അല്ലെങ്കിൽ ദിക്റും സലാത്തൊക്കെ പുറത്തുനിന്നാവാം. ഇബ്ലീസിന് അത് വലിയ താല്പര്യമുള്ള ഒരു കാര്യം. പള്ളിയിൽ ഒരു 10 മിനിറ്റ് ഇരുത്താതിരിക്കാൻ എന്തുണ്ട് മാർഗം? അതുകൊണ്ട് ചില ആളുകൾ പക്ഷേ ആ പള്ളിയുമായി നല്ല ഹൃദയബന്ധമുള്ള ആളുകളുണ്ടാവും. അവരെല്ലാ നമസ്കാരത്തിനും വരും. തൊട്ടടുത്ത പള്ളിയിലേക്ക് നമസ്കാരത്തിന് പോകാൻ പോലും കഴിയാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും. അത് എങ്ങനെങ്കിലൊക്കെ പെരയിൽ നിന്ന് നിർവഹിച്ചാൽ മതി എന്ന് അവര് തന്നെ ഒരു ഫിഖ് ഉണ്ടാക്കിയാണ്. ഈ ഫിഖിലും ഇസ്ലാമിലൊന്നും അങ്ങനല്ല. പള്ളിയിലേക്ക് പോകാൻ നമുക്ക് പലപ്പോഴും പറഞ്ഞതാണ്. ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ പോലും, അന്ധനായ ഉമ്മു മക്തൂമിനോട് പോലും അള്ളാന്റെ റസൂല് ചോദിച്ചത്, ഉമ്മു മക്തൂമെ താങ്കളെ വീട്ടിലേക്ക് ബാങ്ക് കേൾക്കുമെന്നാണ്. ബാങ്ക് കേൾക്കുമെങ്കിൽ പിന്നെ നിർവാഹമൊന്നുമില്ല, അങ്ങോട്ട് വന്നേ പറ്റുള്ളൂ. നമ്മുടെയൊക്കെ വീടുകളിൽ 1 ബാങ്കല്ല 4 ബാങ്കും 5 ബാങ്കും സ്ഥിരമായിട്ട് കേൾക്കുന്നവരാ നമ്മൾ. എന്നാലും തൊട്ടടുത്ത പള്ളിയിലേക്ക് എത്തൂല. അതൊരു വികാരമാണ്. എനിക്കെന്റെ റബ്ബിന്റെ പള്ളിയിൽ, റബ്ബിന്റെ ഭവനത്തിൽ സമയം ചെലവഴിക്കണം. സുബഹി നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നമസ്കാരത്തിന് ശേഷം കുറച്ചു നേരം ഇരുന്ന് ഒന്ന് ഖുർആൻ പാരായണം ചെയ്ത് അവിടെ ഇരുന്ന് കൊണ്ട് തന്നെ, ചില പള്ളികളൊക്കെ നമ്മൾക്കറിയാം, നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ 10 മിനിറ്റിനുള്ളിൽ പള്ളി കാലിയാവും, ഒരു മനുഷ്യൻ അവിടെ ഉണ്ടാവില്ല. എന്നാൽ ചില ആളുകൾ അതിലൊക്കെ വളരെ കണിശത പുലർത്തുന്നവരുണ്ട്. മുഅല്ലഖുൻ ബിൽ മസാജിദ്, പള്ളിയുമായി ബന്ധപ്പെട്ട് പള്ളിയുടെ കാര്യങ്ങൾ, പള്ളിയുടെ പരിപാലനം, അതിന്റെ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിഷയം, നമസ്കാരം, അതുപോലുള്ള എല്ലാ കാര്യങ്ങളിലും ഹൃദയത്തെ ചേർത്ത് നിർത്തുക എന്നത് വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അർശിന്റെ തണൽ നൽകുമെന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ പള്ളികളാണ്. വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കോപമുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ മാർക്കറ്റുകളാണ്. മാർക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിന്റെ കുഴപ്പമില്ല, അവിടെ എല്ലാ ഫിത്നയും ഫസാദും ഒക്കെ ഒരുമിച്ച് കൂടുന്ന മൂലകൾ, ആ മൂലകളാണ് അള്ളാഹുവിനെ ഏറ്റവും. അല്ലാതെ ഒരു കച്ചവടക്കാരൻ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന അള്ളാഹുക്ക് ഇഷ്ടമില്ല എന്നല്ല, അത് ഇഷ്ടം തന്നെയാണ്.
പക്ഷേ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഈ അങ്ങാടികളിലും പട്ടണങ്ങളിലും ടൗണുകളിലുമാണ്. അതാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് കോപമുള്ള സ്ഥലം. അതുകൊണ്ട് ജമാഅത്ത് നമസ്കാരത്തിന് വളരെ പ്രയാസം സഹിച്ചു പോലും ജമാഅത്ത് നമസ്കാരത്തിന് വരുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട്. ശ്വാസം മുട്ടി നടക്കാൻ കഴിയാതെ വടി കുത്തിപ്പിടിച്ച് പള്ളിയിലേക്ക് വരുന്ന ആളുകൾ, അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതേസമയം ഒരു കാരണവും ഒരു ന്യായവുമില്ലാതെ വീട്ടിൽ മുസല്ല ഇരിക്കുന്ന ആളുകളും അവരാ കൂടുതലും. വീട്ടിലിങ്ങനെ മുസല്ല നിർത്തി വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ പുതിയ രീതി അനുസരിച്ച് അവിടെ ഒരു പ്രയർ റൂമുണ്ട്, അവിടെ മുസല്ലയുണ്ട്, കാർപ്പറ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രയർ റൂമിൽ നിസ്കരിച്ചു കൊള്ളാം. അതല്ല പള്ളി. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എന്റെ പ്രയർ റൂമാണ് പള്ളി എന്ന് തെറ്റിദ്ധരിക്കരുത്. ആധുനിക കാലത്തുള്ള സൗകര്യങ്ങളെ തെറ്റിദ്ധരിക്കരുത്. നമ്മള് പള്ളി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മസാജിദുകളാണ്, മസ്ജിദുകളാണ്. അള്ളാഹുവിന് വേണ്ടി നിലനിർത്തപ്പെട്ട ഭവനങ്ങളാണ്. ആ ഭവനങ്ങൾ അള്ളാഹുവിന്റെ തണല്, പടച്ചവന്റെ മലായികത്തിന്റെ സാന്നിധ്യം, അള്ളാഹുവിന്റെ വിശ്വാസികളുടെ സാന്നിധ്യമൊക്കെയുള്ള സ്ഥലമാണ്. അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ എനിക്കെങ്ങനെ ജമാഅത്ത് നമസ്കാരത്തിന് പള്ളിയിലെത്താൻ കഴിയും? ഞാൻ യാത്ര ചെയ്യാണ്, എവിടെ എനിക്ക് നിർത്താൻ പറ്റും ളുഹറിന്? എനിക്ക് എങ്ങനെ അസറിന് പള്ളി ഇന്ന സ്ഥലത്തെത്താൻ പറ്റും? എനിക്ക് ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കണം. അவ்விதം ജീവിതത്തെ ക്രമീകരിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ അർശിന്റെ തണല് കിട്ടുന്നവരാണ്. മറ്റൊന്ന് പറഞ്ഞത്, അള്ളാഹുവിന് വേണ്ടി റജുലാനി തഹബ്ബാനി ഫില്ലാ, അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നവർ, ഇജ്തമഅലില്ല, അള്ളാഹ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടി, വതഫറഖ ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ വേർപെട്ടു പോയ ആളുകൾ, പരസ്പരം ദീനിനു വേണ്ടി സഹകരിക്കുന്ന ആളുകൾ, ഇസ്ലാമിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒത്തൊരുമയോടുകൂടി പണിയെടുക്കുന്നവർ, അവരുണ്ടാകും ഒരുമിച്ച് ഏത് നന്മയുടെ മാർഗത്തിലും, അവരുണ്ടാകും ഒരുമിച്ച് ഏത് ഇസ്ലാമികമായ സംരംഭങ്ങൾക്കും. അവരെ നിങ്ങൾക്ക് കാണാം, അങ്ങാടിയിലും കാണാം, പള്ളിയിലും കാണാം, പരിസരങ്ങളിലും കാണാം. ദീനീ സംരംഭങ്ങളിലൊക്കെ അവർ മുൻപന്തിയിലുണ്ടാകും. ആ മുൻപന്തിയിൽ നിൽക്കാൻ വേണ്ടി അവരുണ്ടാക്കുന്ന സംവിധാനങ്ങൾ, അവരുടെ കൂട്ടായ്മകൾ, അവരുടെ പരസ്പരമുള്ള ചേർത്തുപിടിക്കലുകളൊക്കെ നാളെ അർശിന്റെ തണല് കിട്ടാൻ മാർഗമുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറഞ്ഞു, ഇന്നല്ലാഹ യഖൂലു യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഐനൽ മുതഹാബ്ബൂന ബിൽ ജലാലി, എന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചവരെവിടെ? എന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചവരെവിടെ? അൽ യൗമ ഉദില്ലുഹും ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലി, എന്റെ തണലല്ലാത്ത ഒരു തണലുമില്ലാത്ത ഈ ദിവസം ആ മനുഷ്യന്മാർക്ക് ഞാൻ തണല് കൊടുക്കും, എന്റെ അർശിന്റെ തണല് ഞാൻ അവർക്ക് കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നു. അതുപോലെ തന്നെ സൗന്ദര്യമുള്ള സ്ത്രീ, തറവാടുള്ള സ്ത്രീ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെ പറയുന്ന സ്ത്രീ അനിഷ്ടകരമായ അവിഹിതമായ ബന്ധത്തിന് വേണ്ടി ക്ഷണിക്കുന്ന സന്ദർഭത്തിൽ വഖാല ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹിനെ പേടിക്കുന്നു എന്ന് പറയുന്ന മനുഷ്യന്മാർ. ഇത് കേവലം ഒരു പെണ്ണ് ക്ഷണിക്കാൻ കാത്തിക്കുന്ന ആൾക്കാരെ കുറിച്ചല്ല ഈ പറയുന്നത്. ഏതെങ്കിലും പെണ്ണ് ക്ഷണിക്കട്ടെ, ഞാൻ പറയും ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ ആ പണിക്ക് പോകില്ല. അത് മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലും ഇന്നി അഖാഫുല്ലാഹ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട, ലൈംഗികതയുമായി ബന്ധപ്പെട്ട തെറ്റുകളിലേക്ക് പോകുന്ന എല്ലാ വഴികളിലും ഇന്നി അഖാഫുല്ലാ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. സാധാരണ രീതിയിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണ് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം, അസാൻമാർഗികമായ എന്തെങ്കിലും ഒരു പണിക്ക് പോകാമെന്ന് നമ്മുടെ നാട്ടിൻപുറത്തൊന്നും സാധാരണ ഒരു പെണ്ണും ഒരു ആണിനോട് പറയില്ല. അതൊക്കെ ഒറ്റപ്പെട്ട സംഗതികളാണ്. പിന്നെ ഈ പറയുന്നത് എന്താ? അവിടെ മാത്രം ചുരുക്കരുത്, അത് അതിന്റെ മൂർത്തം, അതിന്റെ ഷോപ്പും ഒരു സംഗതി മാത്രമാണ്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും താൻ ഉപയോഗിക്കുന്ന ഡിവൈസുകളിൽ, താൻ കാണുന്ന പരിസരങ്ങളിൽ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയോഗിക്കേണ്ട ഒരു വാചകതാണ് ഇന്നി അഖാഫുല്ലാ. ഇതെനിക്ക് കാണാൻ പാടില്ല, ഇത് ഞാൻ കേൾക്കാൻ പാടില്ല, ഇതെന്റെ മൊബൈലിൽ ഉണ്ടാകാൻ പാടില്ല, ഇതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. സമൂഹത്തിന്റെ ലജ്ജയില്ലാത്ത കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോ അതിനോട് പുറംതിരിഞ്ഞു നിൽക്കാൻ കഴിയുന്ന മനുഷ്യൻ ഇന്നി അഖാഫുല്ലാ, അവിടെ പറയാൻ പറ്റണം, ഞാൻ അള്ളാഹിനെ പേടിക്കുന്നുണ്ട് മനുഷ്യ, എനിക്കത് കാണാൻ കഴിയില്ല. അത് എന്റെ സമൂഹത്തിലെ ആളുകൾ കാണിക്കുന്നത് വേണ്ടാത്തരങ്ങളാണെങ്കിൽ പോലും അതിന് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞതുപോലെ അതിനെന്റെ ലൈക്ക് ഉണ്ടാവില്ല, അതിനെന്റെ ഷെയർ ഉണ്ടാവില്ല, അത് ഞാൻ എന്റെ മൊബൈലിൽ കാണുകയില്ല എന്ന രീതിയിൽ എല്ലാ അസാൻമാർഗികവും, പ്രത്യേകിച്ചും ആണും പെണ്ണും തമ്മിലുള്ള അസാൻമാർഗികമായ എല്ലാ സംഗതികളും, അത് കണ്ണുകൊണ്ടാണെങ്കിലും ചെവി കൊണ്ടാണെങ്കിലും കൈ കൊണ്ടാണെങ്കിലും കാലുകൊണ്ടാണെങ്കിലും, ഏറ്റവും അവസാനം ലൈംഗികമായ ചേരലടക്കമാണെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകൾക്ക് ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള ഒരു പണി അതാണ്.
എന്റെ ജീവിതത്തിൽ ഞാൻ ആ വഴിയിലൂടെ പോകില്ല. എന്റെ കണ്ണിനെ ഞാൻ സൂക്ഷിക്കും, എന്റെ ചെവിയെ ഞാൻ സൂക്ഷിക്കും. നാളെ എനിക്കെതിരെ സാക്ഷി പറയുന്ന ഒരു കണ്ണും എനിക്കെതിരെ സാക്ഷി പറയുന്ന ഒരു ചെവിയും ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ആളുകൾക്ക് അർശിന്റെ തണല് കിട്ടും. അതാണ് ആ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും അവസരങ്ങളിൽ ഒറ്റപ്പെട്ട പിശാചി നമ്മളെ കൂടെ ഉണ്ടാകും. അതുകൊണ്ടാ പറഞ്ഞത് ഒരാണും പെണ്ണും തമ്മിൽ തനിച്ചാകരുത്, അവിടെ മൂന്നാമത് പിശാചി ഉണ്ടാകും. അത്തരം എല്ലാ അവസരങ്ങളെയും ഒഴിവാക്കണം. അത് വീടിനകത്താണെങ്കിൽ പോലും അത് മറ്റൊരു വിഷയമാണ്, പിന്നെ വേറെ പറയേണ്ടതാണ്. വീടിനകത്തുള്ള സന്ദർഭങ്ങളിൽ പോലും പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച അജ്നബ്, അന്യര് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. പലപ്പോഴും നമ്മൾ അതൊന്നും പരിഗണിക്കാറില്ല. ആരൊക്കെയാണ് അജ്നബ്, ആരൊക്കെയാണ് മുഹറം എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചതനുസരിച്ച് ചെയ്യുന്ന കാര്യത്തിൽ പലപ്പോഴും നമ്മൾ പിറകോട്ട് പോകുന്നത് വേറെ വിഷയമായതുകൊണ്ട് പിന്നീട് ഒരിക്കൽ പറയാം. നമുക്ക് അവസാനമായി പറയുന്നത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ച ആളുകൾ, ധനം ചെലവഴിച്ച ആളുകൾ എത്രത്തോളം. വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ, ഒരു മനുഷ്യൻ അയാൾ സമ്പത്ത് ചെലവഴിച്ചു, ഫഅഖ്ഫാഹ, അത് വളരെ രഹസ്യമായി ചെലവഴിച്ചു. അവന്റെ ഇടത് കൈ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയുന്നില്ല. പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും പറഞ്ഞ ഒരു സംഗതിയാണ്. നിങ്ങൾ പരസ്യമായി കൊടുക്കേണ്ട സംഗതികളെ പരസ്യമായി കൊടുക്കുക, അത് നല്ലതാണ്. അത് വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, സാമൂഹികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി. സക്കാത്ത് പോലെയുള്ളത് ചിലപ്പോൾ നമ്മൾ പരസ്യമായി ചെയ്യേണ്ടി വരും. അത് അങ്ങനെ ചെയ്തു കൊള്ളുക. അതേസമയം വളരെ സ്വകാര്യമാക്കി നിങ്ങളത് വെക്കുകയും ഫുഖറാഹുകൾക്ക്, പാവപ്പെട്ടവർക്ക് നിങ്ങൾ സദഖാത്തുകളെ കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫഹുവ ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഖൈറായത്. വയുകഫിറു അൻകും മിൻ സയ്യിആതികും, നിങ്ങളുടെ തിന്മകൾ അതിലൂടെ അള്ളാഹു പുറത്തു തരും. അല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ അള്ളാഹു അറിയുന്നവനാണ്. ദാനധർമ്മങ്ങൾ പലപ്പോഴും മനുഷ്യന് അവന്റെ സമ്പത്ത് ചെലവഴിക്കാറുണ്ട്. അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന കാര്യത്തിൽ മുസ്ലിം സമൂഹം പലപ്പോഴും മുന്നിൽ തന്നെയാണ്. മറ്റേതൊരു സമൂഹത്തെയും കവച്ചു വെക്കുന്ന രീതിയിൽ നമ്മളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെല്ലാവരും തലകുനിക്ക് സമ്മതിക്കുന്ന. കാരണം ഏതോ അർത്ഥത്തിലുള്ള അതിനോടുള്ള ഒരു പ്രോത്സാഹനം നൂറ്റാണ്ടുകളായി നമ്മുടെ ആളുകളുടെ മനസ്സുകളിലുണ്ട്. പക്ഷെ പറ്റുന്നത് പലപ്പോഴും എന്താന്ന് വെച്ചാൽ, ഈ കൊടുക്കുന്ന സദഖാത്തുകളിൽ പലതും നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമോ എന്നുള്ളത് ഒന്നുകൂടി പരിശോധിക്കണം. കാരണം പലപ്പോഴും അതില് പൊങ്ങച്ചവും അഹങ്കാരവും തൻപോരിമയും ഒക്കെ ആളുകൾ കാണണം എന്നുള്ള ഒരു മനസ്സുമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ കൊടുക്കുന്നത് മുഴുവൻ വേസ്റ്റാണ്. നമ്മൾ ആലോചിച്ചു, ഒരു സദക്ക കൊടുത്താൽ ആ സദക്ക നന്നായി, സദക്ക കൊടുക്കാനല്ല പണി, ആ കൊടുത്തത് നാളെ റബ്ബിന്റെ കോടതിയിൽ എഴുതി വെക്കപ്പെടണമെങ്കിൽ വലിയ പണിയാണ്. അതിന് എന്റെ മനസ്സ് അങ്ങേയറ്റം പിടിച്ചു നിർത്തണം. ഞാനാണല്ലോ പിശാച് എന്റെ ചുറ്റിലും ഇങ്ങനെ നടക്കുവാണ്. ഒരു രണ്ടാളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സ്വൈര്യം കിട്ടൂല മനസ്സിന്. ഇങ്ങോട്ട് പറയും ഞാനിതിപ്പോ പറഞ്ഞെന്ന് വിചാരിച്ചല്ല, എന്നാലും കണ്ട് പറഞ്ഞതാണ്, ഓന് ഞാനാ കൊടുത്തത് കൊണ്ടാണ് ആ ചെയ്തത്. അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ നമുക്ക് തോന്നും എന്നെ കണ്ടിട്ടൊന്നും ബഹുമാനിക്കുന്നൊന്നുമില്ല, ഞാനല്ലേ അവനത് ചെയ്തു കൊടുത്തത്. നമ്മൾ ആലോചിക്കേണ്ടത് ഏത് സന്ദർഭത്തിൽ നമ്മള് 2025 കൊടുത്ത സദക്ക 2050 നഷ്ടപ്പെടാം. കാരണം പിന്നെ 25 കൊല്ലത്തിന് ശേഷമായിരിക്കും അത് നമ്മൾ എടുത്തു പറയുന്നത്. അപ്പൊ സദക്കാത്തുകൾ നൽകുക എന്നതുപോലെ തന്നെ പ്രധാനമാണ്. ആ സദക്കാത്തുകൾ നാളെ അള്ളാഹുവിന്റെ മഹ്ശറയിൽ എനിക്ക് അനുകൂലമായി വലിയ പ്രതിഫലമുള്ളതാണ്. എന്റെ സമ്പത്തിൽ നിന്ന്, എനിക്ക് ആവശ്യമുള്ള സമ്പത്തിൽ നിന്നാണ് ഞാൻ ആ എടുത്തു കൊടുത്തത്. അത് പക്ഷെ അവിടെ എനിക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണല്ലോ. ആരെങ്കിലും വെറുതെ കൊടുക്കുമോ? എന്തുണ്ടെങ്കിലും അവസാനം നമ്മുടെ മനസ്സിലെന്താ ഉള്ളത്? പടച്ചവനെ ഇതിക്ക് പരലോകത്ത് കിട്ടണം. പക്ഷെ ആ പരലോകത്ത് കിട്ടണം എന്ന് അവസാനം പറഞ്ഞാൽ പോരാ, അത് ആദ്യം പറയുകയും അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്യണം. പരിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അവസാനമായി പറഞ്ഞത്, ഏറ്റവും അവസാനം പറഞ്ഞത്, അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണുകൾ, പടച്ചവനെ ഓർത്ത് കരയുന്ന കണ്ണുകൾ, ഇതൊരു വല്ലാത്ത ഭാഗ്യമാണ്. പല സന്ദർഭത്തിലും നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യലിജുൻ നാറ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ലാഹ് ഹത്താ യഊദൽ ലബ്നു ഫിൽ ദറ. ഒരു മനുഷ്യൻ അള്ളാഹിനെ ഓർത്ത് കരഞ്ഞ കണ്ണുകളുള്ള ഒരു മനുഷ്യൻ, അവനെ നരകം സ്പർശിക്കുകയില്ല. ഏതുവരെ? അകിടിൽ നിന്ന് കറന്നെടുത്ത പാല് വീണ്ടും അകിട്ടിലേക്ക് കയറുന്നത് വരെ. എന്ന് പറഞ്ഞാൽ പശുവിന്റെയോ ആടിന്റെയോ അകിടിൽ നിന്ന് കറന്നെടുത്ത പാല് ഒരു കാരണവശാലും നിൽക്കാണ്ട് കയറ്റാൻ കഴിയില്ല. അത് അസാധ്യമാണ്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം അസാധ്യമാണ് അവനെ നരകം സ്പർശിക്കുക എന്നത്. പക്ഷെ എന്തു വേണം? പടച്ചവനെ ഓർത്ത് കരയാനുള്ള സൗഭാഗ്യം കിട്ടണം.
പടച്ചവനെ ഓർത്ത് കരയാൻ നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. എത്ര സന്ദർഭത്തിൽ നമ്മൾ റബ്ബിനെ ഓർത്ത് കരയാൻ പറ്റിയിട്ടുണ്ട് നമുക്ക്. പരലോകത്തെ ഓർത്ത്, മഹ്ശറയെ ഓർത്ത്, എന്റെ ഖബറിനെ ഓർത്ത്, എന്റെ മരണത്തെ ഓർത്ത്, ഞാൻ ഇവിടെ നിന്ന് എന്റെ റബ്ബിനെ കണ്ടുമുട്ടുമെന്നതിനെ ആലോചിച്ച് നമസ്കാരങ്ങളിൽ പൊട്ടിക്കരയാൻ പറ്റുന്ന, പ്രാർത്ഥനകളിൽ പൊട്ടിക്കരയാൻ പറ്റുന്ന, തഹജ്ജുദ് നമസ്കാരങ്ങളിൽ പൊട്ടിക്കരയാൻ പറ്റുന്ന മനുഷ്യനാവുക എന്നത് വിശ്വാസത്തിന്റെ മൂർത്തമായ രൂപമാണ്. അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ പലപ്പോഴും അങ്ങോട്ട് എത്താൻ കഴിയില്ല. മറ്റു പല സംഗതികൾക്കും നമുക്ക് പൊട്ടിക്കരയാം. പക്ഷേ അള്ളാഹുവിനെ ഓർത്തിട്ട് കണ്ണുനീരൊഴിക്കുക. എന്റെ കണ്ണുനീരുകളൊന്ന് എന്റെ കവിൾത്തടങ്ങളിലൂടെ ഒലിച്ചിറങ്ങട്ടെ, എന്റെ റബ്ബിനെ ഓർത്ത് ഞാനൊന്ന് കരയട്ടെ എന്ന് തീരുമാനിക്കുന്ന മനുഷ്യൻ, അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന മനുഷ്യൻ, അങ്ങനെ പാതിരാവിൽ റബ്ബിനെ ഓർത്ത് നമസ്കാരങ്ങളിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ റബ്ബിനെ ഓർക്കുന്ന മനുഷ്യൻ, ഈ 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹുവിന്റെ അർശിന്റെ തണലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ 7 വിഭാഗമേ ഉള്ളൂ ആ അർശിന്റെ തണലുള്ളവർ എന്നും ആ പറഞ്ഞതിലുണ്ട്. അതുകൊണ്ട് 7 വിഭാഗത്തിലേക്ക് കയറി നിൽക്കുകയല്ലാതെ നമുക്ക് വേണ്ടി 8ാമത്തെയും 9ാമത്തെയും വിഭാഗത്തെ റസൂൽ അടയാളപ്പെടുത്തിയിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കുക. ജീവിതത്തിൽ 7 ഏതെങ്കിലും ഒന്നിന്റെ പേരിൽ ഞാൻ അടയാളപ്പെടുത്തപ്പെടുന്ന, റബ്ബിന്റെ കോടതിയിൽ അടയാളപ്പെടുത്തപ്പെടുന്ന സത്യവിശ്വാസികളെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന യാ റബ്ബൽ ആലമീൻ.